ഏറ്റവും വലിയ കടുത്ത പിശാചാണ് മദ്യപിശാച്. ഈ മദ്യപിശാച് നമ്മളെ തകർത്ത് കളയും. നമ്മുടെ കുടുംബത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും അയൽവാസികളെയും എല്ലാം തകർത്ത് കളയുന്ന പിശാചാണ് ഈ പറയുന്ന മദ്യപിശാച്. അതുകൊണ്ട് ഈ മദ്യപിശാചിനോട് നമ്മൾ നിരന്തരം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ തിന്മ പലപ്പോഴും മദ്യത്തെ ചികിത്സിക്കുന്നതോട് മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, അതിന് മരുന്നുകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോതെറപ്പി ഉണ്ട്, ജീവിത പരിശീലനമുണ്ട്. പക്ഷേ ഈ കാര്യം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇതൊരു പൈശാചിക ബന്ധനമാണെന്നും നൂറുകണക്കിന് പിശാചുക്കളെ ഇവനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അവൻ യഥാർത്ഥമായ ജീവിത നവീകരണത്തിലേക്കും യേശുവിലേക്കും തിരിച്ചു വരണമെന്ന യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസിയ പറയുന്നുണ്ട്, നിങ്ങൾ മദ്യം കുടിച്ച് ഉന്മത്തരാകരുത്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുകയും. പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ തിന്മകളെ പിശാചുക്കളെ ഓടിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോഴാണ് ഒരാൾ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് രക്ഷയുണ്ടാവും, വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വീഴും. ഇതുകൊണ്ടാണ് മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ധ്യാനവും പ്രാർത്ഥനയും ജീവിത നവീകരണവും കുമ്പസാരം പ്രത്യേകിച്ച് ഇതിന് ഏറ്റവും സഹായകമായ മാർഗങ്ങളാണ്. ഈ രക്ഷാമാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥനയുടെയും ജീവിത നവീകരണത്തിലെയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് അനേകം പേര് രക്ഷപ്പെടുക മാത്രമല്ല, അനേകായിരം പേരെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിശ്രമവും നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. കർത്താവേ, ഈ മദ്യപിശാചിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ തിന്മയിൽ നിന്ന് മോചിച്ച് പുതിയൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.